ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വേവ്. ഇന്ന് നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളൊരു സാരിയെ ഒരു അനാർക്കലി കുർത്തിയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അതും 16 പാനലാണ്. അതേപോലെ തന്നെ ബോഡി സ്പാർട്ടിൽ നമ്മളിതുപോലെ പ്രിൻസസ് കട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ് പാർട്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ സ്റ്റിച്ചിങ് ആസ് യൂഷ്വൽ സിമ്പിളാണ്, എങ്കിലും നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നതിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അത് ജസ്റ്റ് കാണിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ റെഡി ആയി കഴിയുമ്പോൾ എനിക്ക് നെക്ക് വിഡ്ത്ത് വേണ്ടത് 3 ആയതുകൊണ്ട് ഞാൻ 3 കൊടുത്തു. കാരണം നമ്മൾ ക്യാൻവാസിൽ എപ്പോഴും നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഏതാണോ നമുക്ക് റെഡി ആയി കഴിയുമ്പോൾ ഉള്ള നമ്മുടെ നെക്ക് വിഡ്ത്ത് വേണ്ടത് അത് കൊടുക്കണം. അതേപോലെ താഴേക്ക് എനിക്ക് വേണ്ടത് 5.5 പക്ഷെ നമുക്കിതാ ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊണ്ട് നമ്മൾ 6 ഇഞ്ചിൽ ആദ്യം ഇതുപോലെ ഒരു സ്ക്വയർ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഒരല്പം ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് കേർവ് ഉണ്ടെങ്കിൽ ഫ്രഞ്ച് കേർവ് യൂസ് ചെയ്തിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരച്ചാലും മതി. ഇനി നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ലൈനിനെക്കാട്ടിലും ഒരു 1/4 ഇഞ്ച് താഴേക്ക് നമ്മൾ ഒരു വരയും കൂടി വരയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുകളിലത്തെ ലൈനിൽ തന്നെ ഇതുപോലെ ഒരു സർക്കിളിൻ്റെ എന്തെങ്കിലും പീസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഒരുപാട് നെക്ക് അങ്ങോട്ട് കയറി പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു 1/4 ഇഞ്ചിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതല്ല ഇനി അതിനേക്കാൾ താഴ്ന്നു വരണമെങ്കിൽ അതുപോലെ ഒന്നുകൂടി ഒന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കോയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനം വെച്ചിട്ട് ഇതുപോലെ സ്കാലപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ഇഞ്ച് വിട്ടിട്ട് മുകളിലും താഴെയും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ കുറച്ച് പീസ് വിടണം എന്ന് അറിയാമല്ലോ. ഇനി നമ്മളിത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഷേപ്പ് മാറാതെ കറക്റ്റായിട്ട് പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ലൈനിങ്ങിൻ്റെ ബാക്ക് വശത്തേക്ക് നമ്മളിതൊന്ന് അയൺ ചെയ്ത് പേസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, ഫ്രണ്ട് പോർഷനിലെ മെയിൻ ക്ലോത്തും അതേപോലെ തന്നെ ഈ ലൈനിങ്ങിൻ്റെ നല്ല വശവും, മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടി ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സ്കാലപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ വളരെ പതുക്കെ നിർത്തി നീഡിൽ പൊക്കുകയും താഴ്ത്തിയും നമ്മൾ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയായിരിക്കും ബെറ്റർ. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എക്സ്ട്രാസൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കണം. നോച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഈ സ്കാലപ്പിൻ്റെ അവിടെയൊക്കെ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മളൊന്ന് അതിൻ്റെ എല്ലാത്തിൻ്റെയും സൈഡിലൊരു നോച്ച് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് നെക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അതുകൂടി ചെയ്യുമ്പോൾ നമ്മുടെ നെക്ക് വളരെ നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതൊക്കെ ആസ് യൂഷ്വൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിലായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് കയറിയിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇനി നമ്മൾ അതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം എക്സ്ട്രാസ് എല്ലാം കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി എല്ലായിടത്തും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ നമ്മുടെ 2 സൈഡിലേക്കുള്ള തുണിയും, അതായത് പ്രിൻസസ് കട്ടിൻ്റെ 2 സൈഡിലേക്കുള്ള തുണിയും നമ്മൾ ഇതേപോലെ തന്നെ എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്തെടുത്തു. ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ജോയിൻ ചെയ്തു എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു ട്രിക്ക് എന്ന് പറയുന്നത്, ആദ്യം നമ്മളൊരു 1/4 ഇഞ്ചിനെക്കാട്ടിലും കുറവിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യും ആദ്യം ഈ 2 പീസും കൂടി. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നമ്മൾ കുറച്ചും കൂടി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അതല്ലാതെ ആദ്യമേ നമ്മളൊരു 1/2 ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 2 പീസുകളും തമ്മിൽ കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. ആദ്യം വളരെ കുറച്ച് സ്ഥലം മാത്രം എടുത്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് അധികം പ്രശ്നമില്ലാണ്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കൊരു സ്റ്റിച്ചും കൂടി ബാക്കിലേക്ക് നമുക്ക് കയറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആദ്യമേ പിന്ന് കുത്തി വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്യാനും തുടങ്ങുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് 2 സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ അടുത്ത സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ മാറ്റി വെച്ചു. ഇനി അടുത്തത് നമ്മളുടെ ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് ഞാൻ സാധാരണത്തെ പോലെ ലൈനിങ് ഇട്ടിട്ടാണ് തിരിച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റെഡി ആയി കഴിയുമ്പോഴാണ് നമുക്ക് 3 ഇഞ്ച് നെക്ക് വിട്ട് വേണ്ടത്, കഴുത്തകലം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട്, ഇറക്കം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക.
അതേപോലെ തന്നെ നമ്മൾ നെക്കൊന്ന് പതിച്ചടിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ എക്സ്ട്രാസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബോഡി സ്പോട്ട് ഇതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് എക്സ്ട്രാസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബാക്കിൻ്റെ നല്ല വശവും അതേപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ. അപ്പം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷമാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസ് മാത്രം നമ്മൾ കൈക്കുഴി ഒന്നും കൂടി കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്. അത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് ഞാനിവിടെ ലാസ്റ്റ് മിനിറ്റിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അഥവാ നമ്മളുടെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് അതൊന്ന് റെക്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ബോഡി സ്പാർട്ടിൻ്റെ ഇറക്കം നമ്മൾ ഇതേപോലെ വെച്ച് നോക്കിയിട്ട് എക്സ്ട്രാസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് 14 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പ്ലസ് താഴെ ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 14.5 ഇഞ്ച് നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് നമ്മളൊന്ന് മെഷർ ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പാനൽസ് ആണ്. അതിൽ 8ാമത്തെ പാനൽ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 8 എണ്ണം ഫ്രണ്ടിലോട്ടും 8 എണ്ണം ബാക്കിലോട്ടും. അതങ്ങനെയാണ് നമ്മൾ 16 പാനൽ. അപ്പോൾ ഇനി നമുക്ക് വളരെ ഈസിയാണ്. കാരണം പാനൽസ് നമ്മൾ ഓൾറെഡി അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും നല്ല വശവും കൂടി നിങ്ങൾ ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ മാറിപ്പോകും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ തുണികളൊക്കെ ബാക്കും ഫ്രണ്ടും അറിയാൻ ബോർഡർ നോക്കിയാൽ മാത്രമാണ് നടക്കണുള്ളൂ. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഓരോ പാനലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ പാനൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തുമ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് പോയിൻറ്റഡ് ആയിട്ട് നിർത്താതെ ഒരല്പം കൂടി താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നിർത്താൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ബോർഡറിൻ്റെ അവിടേക്ക് ചേരുന്ന രീതിയിൽ നമുക്കൊന്ന് നിർത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും, ഒരു നീറ്റ് ലുക്കും കിട്ടും. ഇനി എന്താ നമ്മുടെ ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട് ബോഡി സ്പാർട്ടിൻ്റെ. അതിൻ്റെ നല്ല വശവും ഈ പാനലിൻ്റെ നല്ല വശവും കൂടി ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് പിന്നെ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അംബ്രല കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ആക്ച്വലി ഈ ഒരു കുർത്തിയുടെ കട്ടിങ് പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ നിങ്ങളത് കാണാത്തവരത് കണ്ടു നോക്കണം. പിന്നെ എത്ര തുണി എടുക്കേണ്ടി വരും അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റിച്ചിങ് പാർട്ട് നമ്മൾ കുറച്ച് സ്പീഡാക്കിയിട്ട് എടുക്കുന്നത്. നമ്മളുടെ ബാക്ക് സൈഡിലെ മെയിൻ ക്ലോത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ലൈനിങ് ആണ്. ലൈനിങ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടിങ് പാർട്ടിൽ ഇതുപോലെ എക്സ്ട്രാ 2 പീസ് നമ്മൾ ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത എ ലൈൻ പാർട്ടിലെ എക്സ്ട്രാ 2 പീസ് നമ്മൾ തിരിച്ചു വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തിരിച്ചു വെച്ചിട്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇത് തന്നെ നമ്മൾ 4 പീസിലും ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അതായത് ഒരു പീസിൻ്റെ 2 സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. ഇതേപോലെ ഫ്രണ്ടിലും ചെയ്യണം ബാക്കിലും ചെയ്യണം. ഇതുപോലെ നമ്മൾ മാക്സിമം നമുക്ക് വിഡ്ത്ത് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം. ഇനി അത് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഒരുപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത ശേഷം വേണം മടക്കിയടിക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ബോഡി സ്പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ മേലെ വെച്ചിട്ട് ഇനി അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും മെയിൻ ക്ലോത്തും അതുപോലെ ലൈനിങ്ങും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലും പാനൽസ് ഇതുപോലെ 8 പാനൽ ജോയിൻ ചെയ്യുക. അത് നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ലൈനിങ് ഇതേപോലെ സൈഡൊക്കെ അറ്റാച്ച് ചെയ്തെടുത്ത ശേഷം ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മെയിനായിട്ടുള്ള സ്റ്റിച്ചിങ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്യാൻ ടൈമിലാണ് ഞാൻ എപ്പോഴും സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടാറുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് മാക്സിമം തെറ്റ് വരില്ല. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള പീസുകൾ കറക്റ്റായിട്ട് ഇതേപോലെ നിവർത്തി പിടിച്ചിട്ട് ഒരുമിച്ച് പിടിച്ച ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ എത്ര കുഴിക്കണം എന്നുള്ളത് അതുപോലെ കുഴിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ആസ് യൂഷ്വൽ നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ടും ബാക്കും നോക്കിയ ശേഷം നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ ആദ്യം ഫ്രണ്ട് സൈഡിലേക്ക് വന്നു, തിരിച്ച് നമ്മൾ സെൻറ്ററിലേക്ക് തന്നെ പോയിട്ട് വീണ്ടും ബാക്ക് സൈഡിലേക്ക് പോകുന്നു, തിരിച്ച് നമ്മൾ സെൻറ്ററിലേക്ക് തന്നെ എത്തുന്നു. അങ്ങനെയാണ് നമ്മൾ സ്ലീവ് സാധാരണ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. നമുക്ക് സ്ലീവൊന്നും ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് അത്ര ഡീറ്റെയിൽഡായിട്ട് കാണിക്കണ്ടല്ലോ, ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ്. ഇനി എന്താ പരിപാടി വെച്ചാൽ നമ്മുടെ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ജോയിൻ ചെയ്തെടുക്കുക. അതും നമ്മുടെ ബോഡി പാർട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്ത് ഒരു 2-2.5 ഇഞ്ച് ഇറക്കിയിട്ട് പിന്നെ നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ ലൈനിങ്ങിൻ്റെ മാത്രം താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കണം. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ
സ്റ്റിച്ചിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ സാരിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയിൽ ഇതുപോലെ 16 പാനൽ കുർത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനേഴ്സിന് പോലും പറ്റുന്ന രീതിയിൽ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്